എറണാകുളം ജില്ലയിലെ അങ്കമാലി ബ്ലോക്കിലെ സുന്ദരമായ ഗ്രാമമാണ് അയ്യമ്പുഴ. ചാലക്കുടി പുഴയുടെ തെക്കേക്കരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതി സുന്ദരമായ വൈവിധ്യമാർന്ന വന്യജീവി സമ്പത്ത് കൊണ്ടും അനുഗ്രഹീതമാണ് ഈ നാട്. നാനാജാതി മതസ്ഥർ സൗഹാർദ്ദത്തോടെ കഴിയുന്ന മനോഹരമായ ഈ ഗ്രാമത്തിലെ പള്ളിപ്പെരുന്നാളും ഉത്സവങ്ങളും എല്ലാവരും ഒന്നിച്ചാണ് ആഘോഷിക്കുന്നത്. 10-11 നടക്കുന്ന അയ്യമ്പുഴ കട്ടിയും കപ്പോളയിലെ തിരുനാളിനോടനുബന്ധിച്ച് ഓട്ടോ സ്റ്റാൻഡിലെ എല്ലാവരുടെ വിജയാശംസകളും പ്രാർത്ഥനാ മംഗളങ്ങളും നേർന്നുകൊള്ളുന്നു. അയ്യമ്പുഴ കട്ടിങ് കപ്പേളയിൽ അത്ഭുത പ്രവർത്തകനായ പതുവയിലെ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ മെയ് 10, 11 ശനി, ഞായർ എന്നീ ദിവസങ്ങളിൽ ഭക്തി നിർഭരമായി ആഘോഷിക്കുന്നു. നാനാജാതി മതസ്ഥർ ഏറ്റെടുത്ത് നടത്തുന്ന തിരുനാളാണ് ഇത്. വിശുദ്ധ അന്തോണീസ് പുണ്യവാളന്റെ തിരുനാള് 11-ാം തീയതി ശനി, ഞായറും തീയതികളിൽ നടത്തുന്നതിൽ വിശുദ്ധന്റെ അനുഗ്രഹത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. പെരുന്നാളിൽ പങ്കെടുക്കാനും പ്രാർത്ഥനകളും ആശംസകൾ നൽകിക്കൊണ്ട് ഈ ദേശത്തെ അനുഗ്രഹിക്കാനും ആശംസിക്കുകയാണ് പള്ളി വികാരി ഫാദർ വർഗീസ് ആലുക്ക. അയ്യമ്പുഴ കട്ടിങ്ങിൽ വിശുദ്ധ അന്തോണീസിന്റെ കപ്പേളയിൽ മെയ് 10, 11 തീയതികളിലായിട്ട് വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ആദ്യമേ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും തിരുനാളിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. നാനാജാതി മതസ്ഥരെല്ലാം ഉൾക്കൊള്ളുന്ന കപ്പേള വിശുദ്ധ അന്തോണീസിന്റെ നാമധേയത്തിലാകുമ്പോൾ അശരണയുടെ ശരണമായി തീർന്ന വിശുദ്ധ അന്തോണീസ് കാണാതെ പോകുന്നതിൽ നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തുന്ന മധ്യസ്ഥൻ. ആ മധ്യസ്ഥന്റെ തിരുനാൾ ആഘോഷിക്കുന്ന വേളയിൽ വിശുദ്ധ അന്തോണീസിനോടുള്ള പ്രാർത്ഥനയാലും മാധ്യസ്ഥത്താലും അനേകരാണ് കപ്പേളയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നത്. കൂടാതെ തിരുനാൾ വിജയത്തിനായി ബാബു തൊട്ടുങ്ങൽ കൺവീനറായും ഷാജു പാലാട്ടി ജോയിന്റ് കൺവീനറായും 20 അംഗ കമ്മിറ്റിയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. കട്ടിങ്ങിൽ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ ആഘോഷം ഏറ്റവും അടുത്തിരിക്കുമ്പോൾ ഒന്ന് പിറകോട്ട് തിരിഞ്ഞ് ചിന്തിക്കുവാനും നടന്നു വന്ന വഴികളെ ധ്യാനിക്കുന്നതും വളരെയേറെ വിശുദ്ധ അന്തോണീസിനും ആനന്ദകരമായിരിക്കും. ഒപ്പം വിശ്വാസികൾക്കും അത് വലിയ പ്രചോദനമായിരിക്കും. ഒപ്പം ഈ വരുന്ന തിരുനാളിൽ വിശുദ്ധ അന്തോണീസിൻ്റെ അനുഗ്രഹം തേടി ഈ കൊച്ചു ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന ആയിരങ്ങളെ നോക്കി സ്വർഗം സന്തോഷിക്കുമ്പോൾ വിശുദ്ധ അന്തോണീസിൻ്റെ മുമ്പിൽ ഞങ്ങൾ നന്ദിയുള്ളവരായി നിൽക്കുന്നു. ശനിയാഴ്ച വൈകിട്ട് 5:30 വിശുദ്ധ കുർബാന, തുടർന്ന് 600ഓളം പേരുടെ പ്രസിദ്ധേന്തി വാഴ്ചയും കൊടിയേറ്റ്, ലതീഞ്ഞ്, നൊവേന, തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരിക്കും. മതത്തിന്റെ അതിർവരമ്പുകളെ ഭേദിച്ച് എല്ലാവരും ഒരുമയോടെ പങ്കെടുക്കുന്ന പ്രദക്ഷിണം ഈ നാടിന്റെ സൗഹാർദ്ദത്തിന്റെ മുഖമുദ്രയാണ്. 11-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 5-ന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന, പ്രസംഗം, തുടർന്ന് പ്രദക്ഷിണം, നേർച്ച വെഞ്ചിരിപ്പ്, വാദ്യമേളം, ആർട്സ് ഓഫ് തൃശൂരിന്റെ കരോക്കെ ഗാനമേള എന്നിവ പെരുന്നാളിന് മാറ്റുകൂട്ടും. സാധാരണക്കാരായ ഓരോരുത്തരും വലിയ ആവേശത്തോടെയാണ് പെരുന്നാളിനെ വരവേൽക്കുന്നത്. കുട്ടികൾ വലിയ സന്തോഷത്തോടെയാണ് പുണ്യാളന്റെ പെരുന്നാളിനായി ഒരുങ്ങുന്നത്. ഈ മാസം 10, 11 നടക്കാൻ പോകുന്ന വിശുദ്ധ അന്തോണീസിന്റെ തിരുനാളിന് നിങ്ങളുണ്ടാവില്ലേ? ഞങ്ങളുണ്ടാവും. കുടുംബാംഗങ്ങൾ ഒത്തുചേരുന്നതും കൂട്ടായ്മയോടെ പെരുന്നാളിൽ പങ്കെടുക്കുന്നതും ഈ ദേശത്തെ സ്നേഹത്തിന്റെ പ്രതിഫലനമാണ്. കാണാതെ പോകുന്നതും നഷ്ടപ്പെടുന്നതും കണ്ടെത്തുന്ന പുണ്യവാന്റെ തിരുനാളിന് ഞങ്ങളുമുണ്ട് നിങ്ങളോടൊപ്പം. ഈ നാട്ടിലെ ഓരോരുത്തരും ഒന്നായി ഒരുമയോടെ അന്തോണീസ് പുണ്യാളന്റെ പെരുന്നാൾ ആഘോഷിക്കുകയാണ്.